ഹായ് ഫ്രണ്ട്സ്, ബ്രൂത്ത കാട്ടേക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു, അതായത് ഒരു വയറിങ്ങിൻ്റെ കംപ്ലയിൻറ്റ് ചെയ്യുമ്പോൾ കാണിച്ചു തരാമെന്ന്. ഇത് കൂടുതലും കണ്ടേക്കണം MPFK കണ്ട. കാർബറേറ്ററിന് വളരെ റയറായിട്ട് കണ്ടിട്ടുള്ള ഈ കംപ്ലയിൻറ്റ്. പക്ഷേ MPFK ഏറ്റവും കൂടുതൽ കണ്ടേക്കണത്. നമ്മുടെ ഇവിടെ ഇങ്ങനെ ഒരു മെയിൻ ലൈൻ ഉണ്ട് കണ്ട, ഇതുപോലെ അങ്ങനെ കുത്തുന്ന ഒരു മെയിൻ ലൈൻ ഉണ്ട്. അതായത് ഇതിൻ്റെ അകത്തുനിന്ന് ആൾട്ടർനേറ്ററിൽ നിന്ന് പറഞ്ഞ ലൈനാണത്. ഇത് കണ്ട, ആ മെയിൻ ലൈനാണ് ഈ പോയിരിക്കുന്നത്. അപ്പോൾ ഈ ലൈന് ഇതിങ്ങനെ ഇവിടെ വന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ കാണാൻ പറ്റും, ഉരുകി പോവും. ഇത് കണ്ട, ഉരുകിയിരിക്കണ കണ്ടറിയാൻ പറ്റും, ഉരുകി ഇങ്ങനെ പോകും. അപ്പോൾ ഇങ്ങനെ ഇത് പറഞ്ഞത് ലൂസ് കോണ്ടാക്റ്റ് വന്നു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഇത് ഉരുകും. പിന്നെ ക്ലാവ് പിടിച്ചാലൊക്കെ ഉരുകി പോയിട്ട് പിന്നെ ഈ സംഭവം കംപ്ലീറ്റ് ചാർജ് കയറാതിരിക്കുക, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കാണിക്കുന്ന ഒരു ഇതാണത്. അത് ഭയങ്കര പ്രശ്നമാണ്, എല്ലാ വണ്ടിക്കും വരാറുണ്ട്. 90% വണ്ടികൾ ഇവിടെ വന്നിട്ട് ഇത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിതെന്താ ചെയ്യണമെന്ന് വെച്ചാൽ, ഇത് എല്ലാവരും ചെയ്യണ പോലെ സാധാരണ ഇതിങ്ങനെ കൂട്ടിപ്പിരിച്ചൊക്കെ കൊടുക്കും. പക്ഷേ ഒരു കാര്യമില്ല, പിന്നെ ഇത് ചാർജിങ് മര്യാദയ്ക്കാവില്ല. പിന്നെ ഇതുപോലെ ഒരുപാട് പ്രശ്നങ്ങൾ കണ്ടിട്ട് അപ്പോൾ നമ്മളിതാണ് കോപ്പറിൻ്റെ സ്ലീവ് ചെയ്യേണ്ടത് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യണതെന്ന് കാണിച്ചില്ല. കാരണം നമ്മളിങ്ങനെ കൂട്ടിപ്പിരിച്ച് വെച്ചാൽ എത്രയൊക്കെ കഴിഞ്ഞാലും ഇതിവിടെ ലൂസ് വരും. അപ്പോൾ ഇങ്ങനെ ലൂസ് വരും, അതിന് സോൾഡർ ചെയ്യുക. പക്ഷേ ഇത്രയും വലിയ വയർ സോൾഡർ ചെയ്യണേക്കാളും നല്ലത് കോപ്പർ സ്ലീവ് ഇട്ട് മുറുക്കുകയാണ്. അപ്പോൾ നമ്മളിവിടെ എല്ലാ വണ്ടിയിലും അങ്ങനെ ചെയ്യാറുണ്ട്. അപ്പോൾ അതെങ്ങനെയാണെന്നൊന്ന് കാണിച്ചു തരാം ചെയ്യണത്. ഭയങ്കര എളുപ്പമാണ്, കുഴപ്പമൊന്നുമില്ല. പക്ഷേ നിങ്ങളിത് എന്തായാലും നിങ്ങളുടെ വണ്ടിയിൽ ചെക്ക് ചെയ്തോ, ഇടയ്ക്ക് ചെക്ക് ചെയ്യണം. ഇനിയിപ്പോൾ ഇൻ കേസ് ഇതൊന്നും ചെയ്യാത്ത വണ്ടിയാണെങ്കിൽ നിങ്ങൾ ഇടയ്ക്ക് ഇതുപോലെ ഈ പിന്നീൻ്റെ ഉള്ളിലാണ് വരണേ, ഇതിൻ്റെ അടിയിലായിട്ട് ഇരിപ്പുണ്ടാവും. അത് ഊരിയിട്ട് ഈ ടെർമിനലിൽ, അതായത് ഇതും അതുപോലെ എൻ്റെ ഇപ്പുറത്ത് വന്ന ടെർമിനൽ ഒന്ന് ക്ലീൻ ചെയ്യണം. അപ്പോൾ ഇത് ഊരിയെടുക്കാൻ പറ്റും ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ശരിക്കും പറഞ്ഞാൽ. ഇപ്പോൾ ഉരുകിപ്പോയെങ്ങനെയാണ്, അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും പിന്നോ പോലത്തെ എന്തെങ്കിലും സാധനം വെച്ച് കുത്തിക്കഴിഞ്ഞാൽ ഇതിങ്ങനെ വലിച്ച് ഊരിയെടുക്കാൻ പറ്റുന്നത്. ഇവിടെ അതിൻ്റെ ഉള്ളിൽ കാണാം, ഇപ്പുറത്ത് കാണേണ്ടൊരു ചെറിയൊരു ഇതുണ്ട് കണ്ടോ. അതുപോലെ ഇത് ഊരിയെടുക്കാൻ പറ്റും. അപ്പോൾ അത് ഊരിയെടുത്തിട്ട് നമ്മൾ ക്ലീൻ ചെയ്തിട്ട് ഇടുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ല. അപ്പോൾ ഞാനിവിടെ ഒരു പഴയത് കിടപ്പുണ്ട്, ഊരിനെ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇതിങ്ങനെ ഊരിയെടുക്കാം, നമുക്ക് വയറായിട്ട് ഇവിടെ നിന്ന് ഊരിയെടുക്കണം എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ അങ്ങനെ ഊരിയെടുത്തിട്ട് ക്ലീൻ ചെയ്ത് ഇടയ്ക്ക് ഇടണം നല്ലതാണ്. ഇപ്പോൾ നിങ്ങളുള്ള വണ്ടി ഉണ്ടെങ്കിൽ തന്നെ കൈയോടെ അത് ക്ലീൻ ചെയ്തിട്ടോ ഇങ്ങനെയൊരു പ്രശ്നം, മുരുകി പോകുന്ന പ്രശ്നം ഇതാക്കാം. അതിന് ഇത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മളിങ്ങനെ അതിൻ്റെ ഉള്ളിൽ അപ്പുറത്തെ വശമില്ല, അപ്പോൾ നമ്മുടെ ഈ ഒരു കഷ്ണം ഇവിടെ കിടപ്പുള്ളൂ. അതുകൊണ്ട് ഞാൻ ഇതെടുത്തത് ഇവിടെ ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ ഇതുപോലെ നിൽക്കണ്ടാവും, അപ്പുറത്ത് നിൽക്കണ്ടാവും, ഇതുപോലെ ഇങ്ങനെ ഒരു ഇതുണ്ടാവും. അത് പിടിച്ചിട്ട് നമ്മളിങ്ങനെ പ്ലെയറിന് ഇതിങ്ങനെ പിടിച്ച് വലിച്ചാൽ ഈ ഒരു കഷ്ണം ഊരിപ്പോരും. ഇതിങ്ങനെ ഊരിയെടുക്കണം. ഊരിയെടുത്തതിന് ശേഷം പിന്നെ നമുക്ക് ഇതിൻ്റെ ഒരു പിന്ന് കാണാൻ പറ്റുന്നത് കണ്ട, ഇതിൻ്റെ ഉള്ളിൽ ഇവിടെ കാണാൻ പറ്റുന്നത് ഒരു പിന്ന്. ഇതുപോലെ എന്തെങ്കിലും ഷാർപ്പായിട്ടുള്ളൊരു സാധനം ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ഇറക്കുക കണ്ട. ഇങ്ങനെ ഇറക്കിയിട്ട് നമ്മളിതിങ്ങനെ വലിച്ചാൽ മതി കണ്ട, ഇതിങ്ങനെ ഊരിപ്പോരും. അപ്പോൾ ഇങ്ങനെ ഊരിപ്പോന്ന് കഴിഞ്ഞാൽ ഗുണമെന്ന് വെച്ചാൽ നമുക്കിതിപ്പോൾ നല്ല ക്ലീനാണ് കണ്ട, ഇതുപോലെ ഇരിക്കണം. അപ്പോൾ ഇത് ചിലപ്പോൾ നിങ്ങളുടെ ക്ലാവൊക്കെ പിടിച്ചിരിക്കുകയായിരിക്കും. അങ്ങനെയാണ് നമ്മളെടുത്തിട്ട് എന്തെങ്കിലും സാൻഡ് പേപ്പർ എന്തെങ്കിലും ഇതുപോലെയുള്ള പേപ്പർ എന്തെങ്കിലും വെച്ചിട്ടൊക്കെ ഇങ്ങനെ ഉരച്ച് ക്ലീൻ ചെയ്തിട്ട് ഇത് ഇട്ടാൽ മതി. അപ്പോൾ കൂട്ടത്തിൽ ഇതൊക്കെ ഊരാട്ടോ. അപ്പോൾ ഇത് എളുപ്പത്തിന് ഊരിയെടുക്കാനാണെന്നുണ്ടെങ്കിൽ നമ്മളെല്ലാം ഊരേണ്ടി വരും, എന്നാലും ഇത് ഈസി ആയിട്ട് ഊരിപ്പോളൂ. അപ്പോൾ എല്ലാ ലൈനും ഊരണം. ഇതിനകത്ത് ഇതുപോലത്തെ ബാക്കി 2 ലൈനുണ്ട്, അതും ഇതുപോലെ തന്നെ ഊരി എടുക്കാൻ പറ്റും വേണ്ട. എല്ലാം ഇങ്ങനെ ഊരണം, അല്ലെങ്കിൽ ഇത് ഊരിപ്പോയിട്ടില്ല. കാരണം തൊട്ടടുത്തായിരിക്കും ഇത് ചുറ്റി വെച്ചിരിക്കുന്നത് അതിൻ്റെ ടേപ്പുകളൊക്കെ. അപ്പോൾ നമ്മളെല്ലാം ആവശ്യമുള്ളതൊക്കെ ഇങ്ങനെ ഊരിയിട്ട് ഇങ്ങനെ ഊരിപ്പോരും കണ്ട. അപ്പോൾ നമുക്ക് എല്ലാം ഇതുപോലെ ക്ലീൻ ചെയ്തിടാം. അപ്പോൾ ടെർമിനലൊക്കെ ഇങ്ങനെ ഊരിയെടുക്കാം, എല്ലാം ഊരിയെടുക്കാൻ പറ്റും, ഒരു കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ ഇത് കഴിഞ്ഞിട്ട് ഇതുപോലെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് അതുപോലെ തന്നെ, അതായത് ഇതിനകത്ത് ഈ ലോക്കാവുന്നത് ഈ ഒരു പൊസിഷനിലേക്കാണ് കണ്ട, ഈ ഒരു പൊസിഷനിലേക്കാണ്. അപ്പോൾ നമ്മൾ വേറെ ഒന്നും ചെയ്യേണ്ട, ഇതുപോലെ തന്നെ ഇതിനകത്ത് കയറ്റുക, ഇതുപോലെ കൊണ്ടുവരിക കണ്ട, ഇതുപോലെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ കയറ്റി വയ്ക്കുക. അപ്പോൾ നമ്മളെല്ലാം ഇതുപോലെ കയറ്റി വയ്ക്കണം ആദ്യം. ഇതുപോലെ നമ്മളെല്ലാം ഊരിയതൊക്കെ അതുപോലെ ഇങ്ങനെ കയറ്റി വയ്ക്കുക. സിമ്പിളാണ് കേട്ടോ, ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. അതിന് കയറ്റി വെച്ചിട്ട് ഇത് ഇങ്ങനെ എല്ലാം ലോക്ക് ചെയ്യണം. അതിപ്പോൾ ഇതുണ്ട്, ഇങ്ങനെ ഇതുപോലെ പ്രസ് ചെയ്ത് നമ്മളെല്ലാം ഇതിനകത്തേക്ക് കയറ്റി വെച്ചാൽ വെറുതെ ജസ്റ്റ് കയറ്റിയിട്ട് ഇതാണ് ഇതിൻ്റെ ലോക്ക് കേട്ടോ. ഈ ലോക്ക് ഇട്ട് കഴിഞ്ഞ് കഴിയുമ്പോഴാണ് ഇത് മുറുകണത് കണ്ടോ. ഈ ലോക്ക് നമ്മൾ കറക്റ്റായിട്ട് എങ്ങനെയാണ് ഊരിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ തന്നെ ഇട്ട് കൊടുത്തിരുന്നാൽ മതി കണ്ടോ. ഇങ്ങനെ ഊരിയും ഇടുകയും ചെയ്യാം. അപ്പോൾ നമ്മൾ ഇതുപോലെ എടുത്ത് ചിരണ്ടി 2 വശം ഇടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഇങ്ങനെ കോണ്ടാക്റ്റ് കിട്ടാണ്ട് വരുമ്പോൾ ഇതിന് പവർ വലിക്കുമ്പോൾ രാത്രിയൊക്കെ നമ്മൾ AC അതേപോലെ തന്നെ ഹെഡ് ലൈറ്റൊക്കെ ഓൺ ചെയ്ത് വരുമ്പോൾ ഇതിവിടെ ചെറിയൊരു ലൂസ് കോണ്ടാക്റ്റ് വന്നാൽ ഇവിടെ ഹീറ്റ് ആവാൻ തുടങ്ങും. കാരണം ഇത് തമ്മിൽ സ്പാർക്കായിട്ട് ചൂടായിട്ട് ഉരുകി പോകണമാണ്. ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കാറുണ്ട്. ഇതേ പ്രശ്നം തന്നെയാണ് നമ്മുടെ മെയിൻ ഫ്യൂസിൻ്റെ അവിടെയും വരുന്നുണ്ട്, അങ്ങനെ ഒരു പ്രശ്നം കാണിക്കാറുണ്ട്. അപ്പോൾ ഇതാണ് പ്രശ്നം. അപ്പോൾ ഇതിങ്ങനെ വന്നു കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ ക്ലീൻ ചെയ്ത് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പരിധിവരെ നമുക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ പറ്റും. പിന്നെ പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ചെയ്യാനുള്ളൊരു ഓപ്ഷനാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത്, ഇതുപോലെ നമ്മൾ ചെയ്യണം. പിന്നെ ഒരു പ്രശ്നം വന്നത് ഇത് കണ്ടിട്ടുണ്ടോ, ഇതിപ്പോൾ നമ്മൾ ഫ്യൂസില്ലേ, മെയിൻ ഫ്യൂസ് 60 ആമ്പിയറിൻ്റെ 40 ആമ്പിയറിൻ്റെ ഫ്യൂസിൻ്റെ അടിയിൽ തന്നെ ക്യാരിയറാണ്. ഇവിടെയും ഇത് തന്നെയാണ്, ഇതുണ്ട് ഇതുപോലെ ഒരു ക്യാരിയർ അതിനകത്ത് കുത്തി വെച്ചിരിക്കുകയാണ്. നമ്മൾ ഇതിനുമ്പോൾ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്, ഫ്യൂസ് ക്യാരിയറിലേക്ക് കയറ്റി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇതിനകത്തും ഇങ്ങനെ ഒരു ചെറിയ പ്രശ്നം ഉണ്ടാവാറുണ്ട്. ഇങ്ങനെ ഇതുപോലെ തന്നെ അതിൻ്റെ ഉള്ളിൽ എടുക്കാൻ പറ്റും. ഇത് ഇവിടെ ഇങ്ങനെ കുത്തിയിട്ടൊക്കെ എടുക്കാം. ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഇത് ഊരിപ്പോരും എന്തായാലും. അപ്പോൾ ഇതും ഇതുപോലെ തന്നെ നമ്മൾ അഴിച്ച് ക്ലീൻ ചെയ്തിട്ട് ഇടണം, അല്ലെങ്കിൽ ഇവിടെയും ഇതുപോലെ ലൂസ് കോണ്ടാക്റ്റ് വന്ന് ഇങ്ങനെ ഉരുകാൻ സാധ്യതയുണ്ട്.
അപ്പോൾ നമ്മളങ്ങനെ സംഭവിച്ച് കഴിഞ്ഞാൽ പിന്നെ ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ കോപ്പർ സ്ലീവ് ഇട്ടിട്ട് കാര്യമുള്ളൂ. അല്ലാണ്ട് നമ്മൾ കൂട്ടിപ്പിരിച്ച് വെച്ചാലും ഇതേ പ്രശ്നം തന്നെ വരും. രാത്രി വണ്ടി ഓടുമ്പോൾ ചാർജ് ചെയ്യാനുള്ള ഒരു പ്രശ്നം ഒരുപാട് പേർക്ക് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളത് കോപ്പർ സ്ലീവ് ചെയ്യണ രീതി എങ്ങനെയാണെന്ന് എനിക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇത് നിങ്ങളെല്ലാവരും ഒന്ന് ഇതുപോലെ അഴിച്ച് ഒന്നും പറ്റിയിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ട് ഇരുന്നോളും. പിന്നെ ആ ഒരു ഉരുകി പിടിക്കുന്ന ഒരു പ്രശ്നമൊക്കെ ഒഴിവാക്കാം. ഇനി നമുക്ക് ഈ കോപ്പർ സ്ലീവ് ചെയ്യണതിനെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതിപ്പോൾ എന്തായാലും പോയി, കാരണം നമുക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഇവിടെ കുരുകി ആകെ തവിടുകൂടിയായി പോയി. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ ആരോ ഇതുപോലെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, പകുതിക്കിട്ട് ചുറ്റിയൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷേ ഇത് തന്നെ ഇനിയിപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ നേരത്ത് ജസ്റ്റ് ഇത് അഴിച്ചപ്പോൾ നമ്മൾ കണ്ടതാണ്, ഇങ്ങനെ ഒരു പ്രശ്നം കണ്ടപ്പോൾ നമ്മളത് മര്യാദയ്ക്ക് ആക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ അതുപോലെ ഇപ്പുറത്തുണ്ട് കണ്ട. അപ്പോൾ ഇത് നമ്മൾ ഇനിയിപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇവിടെ വെച്ചാണ് കട്ട് ചെയ്യാം. ഇതിൻ്റെ ആവശ്യമില്ല, ഇങ്ങനെ കട്ട് ചെയ്യാം. കട്ട് ചെയ്തിട്ട് ആവശ്യമില്ലാത്ത കളഞ്ഞേക്കണം, അത് വച്ചുകൊണ്ടിരിക്കണ്ട. പിന്നെ ഇവിടെ ഇതുപോലെ തന്നെ ഇവിടെ വെച്ച് കട്ട് ചെയ്യാം. അപ്പോൾ ഇത് വയറിന് കുഴപ്പമൊന്നും പറ്റാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ നമ്മൾ നല്ല വയറ് നോക്കി എടുക്കണം. അവിടം വരെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഇങ്ങനെ എടുക്കണം. എടുത്തിട്ട് നമ്മളിപ്പോൾ ഇതുപോലെ ചെയ്യണമെന്ന് വെച്ചാൽ ഇതുപോലത്തെ കോപ്പറിൻ്റെ സ്ലീവ് ഉണ്ട് കണ്ട. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ സാധാരണ കോപ്പറിൻ്റെ കടകളിലൊക്കെ മേടിക്കാൻ കിട്ടും കോപ്പർ സ്ലീവ്. അതായത് ഇത് മറ്റേ ഗ്യാസിൻ്റെ ആവശ്യങ്ങൾക്കൊക്കെ, വണ്ടിയുടെ ആയാലും വീടുകളിലായാലും ഇപ്പോൾ ഗ്യാസിനൊക്കെ വേണ്ടിയിട്ട് തന്നെ കോപ്പർ ട്യൂബാണ്. ഇതിങ്ങനെ ഇതായിട്ട് തന്നെ വന്നിട്ടുണ്ട്, ഇതുപോലെ സ്ലീവ്ഡായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് ഇതുപോലെ തന്നെ ഇങ്ങനെ കയറ്റിയാണ് ചെയ്യണത് കണ്ട. ഇപ്പോൾ ഈ സ്ലീവിലേക്ക് നമ്മൾ ഇതൊരു ഇപ്പോൾ ഒരു വയർ കഷ്ണം, അതായത് ഇതിനകത്തേക്ക് കണക്ട് ചെയ്യാനുള്ള വയറാണിത്. കാരണം നമ്മൾ മറ്റേ 2 വയർ നമ്മളൊന്നും ചെയ്യണില്ല, അത് നമ്മളിവിടെ ആൾറെഡി ഇങ്ങനെ തന്നെ കുത്തി വയ്ക്കും കണ്ട. ഇങ്ങനെ കുത്തി വയ്ക്കാൻ ഉദ്ദേശിക്കണം. അപ്പോൾ ഈ ഒരു വയറിനെ ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യണം, അതിന് വേണ്ടിയിട്ടാണ് ഇത് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു തല നമ്മളിങ്ങനെ സ്ലീവിൻ്റെ ഉള്ളിലേക്ക് കയറ്റും കണ്ട. ഇങ്ങനെ കയറ്റിയിട്ട് നമ്മൾ ഇതുപോലെ ക്രിമ്പിങ് ടൂൾ ഉണ്ടെങ്കിലാണ് ഇത് ഈസി ആയിട്ട് നടക്കുള്ളൂ കേട്ടോ. നമ്മളിങ്ങനെ ക്രിമ്പ് ചെയ്യാണ് ചെയ്യേണ്ടത്. ഇത് വേണ്ട, ഇവിടെ വെച്ചിട്ട് നമ്മളിങ്ങനെ വേണ്ട ഇതുപോലെ 2 സൈഡും ഇങ്ങനെ ക്രിമ്പ് ചെയ്യുക. പിന്നെ ഒരു ഓപ്പോസിറ്റ് സൈഡ് ഇപ്പുറത്ത് നമുക്ക് ഉദ്ദേശം അറിയാൻ പറ്റും ഇവിടെ വന്നിട്ടുണ്ടെന്ന് ഈ സാധനം. എന്തെങ്കിലും ഇറക്കി നോക്കിയാൽ കാണാൻ പറ്റും. ഇപ്പോൾ ഈ വെളിച്ചില്ലാത്തതുകൊണ്ടാണ് ഇതിൻ്റെ ഉള്ളിൽ ഇത് ഇവിടത്തോളം നമ്മൾ കയറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഇതിന് ക്രിമ്പ് വേണ്ട, ഇത് ഭയങ്കര സ്ട്രോങ് ആയിരിക്കും, ഇതിന് വിട്ടും പോരില്ല, കാരണം ഇതിൻ്റെ ഉള്ളിൽ ജാമായിട്ടിരിക്കുകയായിരിക്കും. നമ്മളിട്ട് ഇതുപോലെ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പുറത്തെ തലയും കയറ്റിയിട്ട് 2 സൈഡും ക്രിമ്പ് ചെയ്തിടണം. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു തല കയറ്റാം, കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ സംഭവം അപ്പുറത്തെ തലയിലേക്കും കയറ്റി ക്രിമ്പ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ നമ്മൾ ഉദ്ദേശം ഇത് മാർക്ക് ചെയ്തത് ഇവിടത്തോളം പകുതിയോളം വന്നിട്ടുണ്ട്, ഇവിടത്തോളം വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിത് കയറ്റാം, ഇതുപോലെ തന്നെ കയറ്റി വെച്ചിട്ട് ക്രിമ്പ് ചെയ്താൽ മതി. അപ്പോൾ ഇതാണ് ഏറ്റവും പ്രോപ്പറായിട്ടുള്ള വഴി. ഇതിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ലൂസ് കോണ്ടാക്റ്റ് വന്ന ഒരു പ്രശ്നം ഉണ്ടാവില്ല കണ്ടോ. ടൈറ്റായിട്ടിരുന്നോളും. നമുക്കിനി ഇത് അപ്പുറത്തേക്ക് കയറ്റാം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇത് ഓപ്പോസിറ്റും ചെയ്യണം. നമ്മൾ അത് രണ്ടും കയറ്റിയിട്ട് ഓപ്പോസിറ്റ് ഒന്നും കൂടിയിട്ട് ചെയ്യണം. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് എന്തെങ്കിലും എന്തെങ്കിലും കയറ്റണം. കാരണം ഇവിടെ സ്ലീവ് ഉണ്ടെങ്കിലും ഇത് വളരെ കട്ടി കുറഞ്ഞ സ്ലീവാണ്. അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് എന്തെങ്കിലും ഒരു 2 കഷ്ണം അങ്ങോട്ട് കയറ്റിയിട്ട് ടേപ്പ് ചെയ്യുക, അല്ലെങ്കിൽ ടേപ്പ് ചെയ്താലും മതി, ടേപ്പ് ചെയ്തിട്ട് ഇട്ടാലും മതി. അപ്പോൾ ഇത് പ്രോപ്പറായിട്ട് ഇരുന്നോളും. പിന്നെ ഇനി ഒരു പ്രശ്നം വരില്ല. അപ്പോൾ ഈ വയർ നമ്മൾ പഴയ ഇവിടെ ഇങ്ങനെ ഇതുപോലെ സ്ക്രാപ്പിൽ പോകുമ്പോൾ ഞങ്ങൾ ഇതുപോലെ വയർ എടുത്തുകൊണ്ട് വരും, നല്ല കട്ടിയുള്ള വയർ നോക്കി. കാരണം ഒറിജിനൽ വയർ കമ്പനി വയർ തന്നെ എടുത്തുകൊണ്ട് വയ്ക്കാറുണ്ട്. അങ്ങനെ അതിൽ നിന്ന് എടുത്ത വയറാണ്. അപ്പോൾ നല്ല കട്ടിയുള്ള അതേ വയർ തന്നെ ഉപയോഗിക്കണം, എന്നാലേ കാര്യമുള്ളൂ. പിന്നെ നമ്മൾ ഇതുപോലെ എന്തെങ്കിലും ഒരു നല്ല സ്ലീവ് ഇട്ട് കൊടുക്കണം. കാരണം ഇതിന് കട്ടിയുറവായതുകൊണ്ട് ഒരു സ്ലീവ് ഇട്ടിട്ട് ടേപ്പ് ചെയ്യാം എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നമ്മളിത് ഇത്രത്തോളം നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് വലിച്ചിടുകയാണ് കണ്ടോ, ഇങ്ങനെ വന്നുണ്ട്. അപ്പോൾ നമ്മളിത് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അടിച്ചതിന് ശേഷം ഇട്ടാലും മതി, കാരണം ഇത് ഇത്രയും പോലത്തെ ഒരു സ്ലീവ് നമുക്ക് കയറ്റാം. അപ്പോൾ നമുക്ക് ഇതാദ്യം തന്നെ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ലീവ് ഇങ്ങനെ കയറിപ്പോരാൻ നോക്കിയാൽ മതി കണ്ടോ, കയറിപ്പോരും. ഇത് ഇപ്പോൾ കയറിപ്പോരാൻ പറ്റുന്ന ഒരു സ്ലീവ് ആയിരിക്കണം, എന്നാലും നമുക്ക് വലിച്ചിടാൻ പറ്റുള്ളൂ. ഇനി നമുക്കിതും ഇതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി ക്രിമ്പ് ചെയ്യണം. അപ്പോൾ ആദ്യം തന്നെ ഇതിനെ നല്ല വൃത്തിയായിട്ട് ഒന്ന് ഇതാക്കി എടുക്കണം. അപ്പോൾ നമുക്കിതിൻ്റെ ഉള്ളിൽ മുട്ടുന്നവരെ കയറ്റാം, കാരണം ഒരു കുഴപ്പമില്ല. അപ്പോൾ ഇത്തിരിയും കൂടി ഇതിനകത്ത് നിന്ന് കട്ട് ചെയ്ത് കളയണത് നല്ലതാണ്. കാരണം ഇതിപ്പോൾ ആകെ തുമ്പൊക്കെ വല്ലാണ്ടിരിക്കുന്ന കാരണം അത് കയറിപ്പോകാനായിട്ട് സാധ്യതയില്ല. നമുക്ക് ഇവിടെ വെച്ച് കട്ട് ചെയ്തിട്ട് പുതിയതെടുക്കാം. നല്ല പുതിയതായിട്ടിരുന്നില്ലെങ്കിൽ അത് കയറില്ല, കാരണം തുമ്പ് വളഞ്ഞിരിക്കുകയാണെങ്കിൽ കയറില്ല. അപ്പോൾ നമ്മൾ ഇത്രയും നീളത്തിലേക്ക് ഇനി അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റിവിടാൻ പറ്റുമെന്ന് തോന്നണേ. അപ്പോൾ നമുക്കിത് ഇങ്ങനോട് ചെയ്ത് നോക്കാം. ഇതുപോലെ ഇങ്ങനെ ഇത് പുറത്തേക്ക് എടുക്കുക, സ്ലീവ് കളഞ്ഞിട്ട് ഇതിനകത്തേക്ക് കയറ്റിയാൽ മതി. ഉണ്ട് കറക്റ്റായിട്ട് എല്ലാത്തേക്ക് കയറ്റിയിട്ടൊന്ന് തിരിച്ചാൽ മതി, കയറിപ്പ് കൂടുന്നതിന്. അപ്പോൾ ഇതുപോലെ നമ്മൾ ഇതിനകത്തേക്ക് ഇങ്ങനെ കയറ്റണമെങ്കിൽ തിരിച്ചവരുടെ കയറിപ്പ് കൂട്ടാം. അതുണ്ട് ഇതിന് അത് നല്ല സ്മൂത്താണെങ്കിൽ ഒരു കുഴപ്പമില്ലാണ്ട് കയറിപ്പിക്കോളും. അപ്പോൾ ആ ഒരു സൈസിലുള്ള എടുത്താൽ മതി കേട്ടോ, നമുക്ക് ആവശ്യമുള്ള ടൈപ്പിലുള്ള സ്ലീവ് എടുത്താൽ മതി. ഇനി ഇതുപോലെ തന്നെ തിരികെ കയറ്റുമ്പോൾ അതിൻ്റെ ഉള്ളിൽ പോയി മുട്ടിയിട്ടുണ്ട്, അതാണ് അതങ്ങനെ അവിടെ പോയി മുട്ടുണ്ട്, അങ്ങനെ ചേർന്ന് നിൽക്കാത്ത. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കട്ട് ചെയ്ത് കളയാം, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ട് തിരികെ കയറ്റിയാൽ മതി, അപ്പം കയറിപ്പോയിക്കോളും. ഇരിക്കാണ്ട് തിരിച്ച് കയറ്റി കഴിഞ്ഞാൽ അത് കയറിപ്പോയിക്കോളും കണ്ട, കയറിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതുപോലെ ഈ സൈഡും ക്രിമ്പ് ചെയ്യാം ഇതുപോലെ. അപ്പോൾ ഈ ക്രിമ്പിങ് ടൂൾ നിങ്ങൾ ഒരെണ്ണം സംഘടിപ്പിച്ചോ, എന്നാലേ കാര്യം നടക്കുള്ളൂ. നമ്മളിവിടെ വെച്ചിട്ട് ഇങ്ങനെ ക്രിമ്പ് ചെയ്താൽ മതി. ഓക്കെ,
ഇങ്ങനെ ഇടുക. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കിട്ടിയ അവിടം വരെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതും കൂടി ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി സെക്യൂറായിട്ടിരുന്നു. പിന്നെ ഇവിടെ വെച്ചിട്ട് നമ്മളൊന്ന് ക്രിമ്പ് ചെയ്യാം. അതുപോലെ തന്നെ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ഇവിടെ വെച്ചിട്ട് ക്രിമ്പ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ അത് ഇനി ഇത് വലിച്ചാലൊന്നും ഊരിപ്പോരില്ല കേട്ടോ, ഭയങ്കര സ്ട്രോങ് ആയിരിക്കും. പിന്നെ ഒരു ചെറിയൊരു പ്രശ്നം പോലും വരില്ല, കാരണം ഇതിൻ്റെ ഡെയിലി ഇരുന്ന് ഞെങ്ങി, കാരണം ഇതിൻ്റെ ടൂളിൻ്റെ ഇത് കണ്ട കാണിച്ചില്ല, ഇതാണ് ഞെങ്ങുമ്പോൾ കണ്ട ഈ ഒരു രീതിയിലായിരിക്കണേ. അപ്പോൾ നമ്മൾ കോപ്പർ ട്യൂബ് ഇങ്ങനെ അവിടെ ക്രിമ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇടയിൽ ഇത്രയും ഇതിലിങ്ങനെ അമങ്ങാണ് ചെയ്യണത്. അതിൻ്റെ പേരിൽ ഒരു കാരണവശാലും ഈ സാധനം ലൂസായി പോകില്ല, ഒരു രീതിയിലും ഒരു ലൂസ് കോണ്ടാക്റ്റ് ഒന്നും വരില്ല, ഞെക്കി എടുത്ത് കളയും. അപ്പോൾ നമുക്ക് ഇതുണ്ട്, ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം. പിന്നെ സെക്കൻഡിലാക്കിയിട്ട് വേണമെങ്കിൽ ഒന്ന് ഞെക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചും കൂടിയൊക്കെ അത് ഇതാവും. അത് പല സൈസ് ഉണ്ട്, പക്ഷേ നമ്മുടെ ടൂളിൻ്റെ സൈസ് അതാണ് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടോ ഭയങ്കര സ്ട്രോങ് ആയിട്ട് ഇത് ഞെങ്ങും. പിന്നെ ഇനി ഇത് ഒരിക്കലും ഊരിപ്പോരില്ല, ലൂസ് കോണ്ടാക്റ്റ് ഒന്നും വരില്ല. ഇനി നമുക്ക് എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തേക്ക് ആ സ്ലീവ് കയറ്റാം. നമ്മളൊരു ഉദ്ദേശം എത്ര നീളത്തേക്ക് നമുക്ക് വേണമെന്ന് വെച്ചിട്ട് നമുക്ക് ആ സ്ലീവിനകത്തേക്ക് കയറ്റി ഇട്ടാച്ചാൽ മതി. ഇപ്പോൾ ഇത്രത്തോളം മതിയാവും. പിന്നെ അത് സ്ലീവ് മുറിക്കുക, നമുക്ക് കയറ്റിയിടാം. എന്നിട്ട് ടേപ്പ് ഒട്ടിക്കുക, എന്തുവേണം ചെയ്യാം കേട്ടോ. ടേപ്പ് ഒട്ടിച്ചൊന്ന് സെക്യൂർ ആക്കണം. എത്രത്തോളം ചെയ്യാമോ അത്രത്തോളം നല്ലതാണ്, കാരണം ഇതിനകത്ത് നല്ല കറണ്ട് കയറി വന്നതാണ്. ഇതിങ്ങനെ ഇതിവിടെ ആയി. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അപ്പുറത്തെ പീസ് ഇതുപോലെ ചെയ്യാന്നുള്ളതാണ്. പിന്നെ ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതുപോലെ ചെയ്യുമ്പോൾ കണക്ടർ പിന്നൊന്നും കൊടുക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ പിന്നെ അതേമാതിരി സ്ട്രോങ് ആയിട്ടുള്ള എന്തെങ്കിലും പിന്നുകൾ നമുക്ക് കണക്ട് ചെയ്യണം. പിന്ന് ഞങ്ങൾ നോക്കിയിട്ടൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ. അങ്ങനത്തെ വല്ല പിന്ന് കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് അത് ക്രിമ്പ് ചെയ്തിട്ട് ഊരുകയും ഓഫ് ഇതാക്കണം ചെയ്യാം. പക്ഷേ ഇതൊന്നും ആരും ഊരി എടുക്കേണ്ട ഒരു ആവശ്യം വരില്ല, കാരണം എഞ്ചിൻ പുറത്തേക്ക് എടുക്കുമ്പോൾ മാത്രമാണ് നമ്മൾ ഇത് ഊരേണ്ട ആവശ്യം വരുള്ളൂ. അതും നമുക്ക് അവിടെ നിന്ന് വയർ പിടിച്ചെടുക്കാം. അപ്പോൾ അതിൻ്റെ പേരിൽ പിന്നെ നമ്മൾ ഒരിക്കലും ലൂസ് വരാതിരിക്കാൻ ഏറ്റവും നല്ല പരിപാടി എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ചെയ്യലാണ്. അപ്പോൾ ഇതും ഇതുപോലെ തന്നെ നമുക്കിനി ഇവിടേക്ക് ചെയ്യണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കഷ്ണം ഇതിനകത്തേക്ക് കണക്ട് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഇത് നമുക്ക് ഇതുപോലെ ഇവിടെ അൺസ്ലീവ് ചെയ്യാം. ഇതിൻ്റെ വയർ സ്ലീവ് ചെയ്തിട്ട് ഇതുപോലെ ഇതിൻ്റെ അകത്തേക്ക് സ്ലീവ് ചെയ്തിട്ട് അവിടെ ഇട്ടാൽ മതി. കാണിച്ചു തരാം. അപ്പോൾ ഇതുപോലെ നമ്മൾ ഈ സൈഡും ഇനി ചെയ്യണം. അപ്പോൾ ഇത് നോക്കണം, ഇതിൻ്റെ ഉള്ളിലേക്ക് പറഞ്ഞാൽ എന്തോരം കയറാണ്ടെന്ന് നമുക്കൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ഇട്ടാൽ മതി. അപ്പോൾ അത്രയും നീളത്തിലേക്ക് അത് കയറി ഇരുന്നോളൂ. കയറ്റി വയ്ക്കിയാൽ മതി, കുഴപ്പമില്ല. ഇത്രത്തോളമൊക്കെ കയറിയിട്ടുള്ളൂ. അപ്പോൾ എനിക്ക് തോന്നുന്നു ആയിട്ടുണ്ട്, ഏതാണ്ട് മതി. അപ്പോൾ നമ്മൾ ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു സ്ലീവിൻ്റെ കഷ്ണം ഇപ്പോൾ ഇതിനകത്തേക്ക് ഇതുപോലെ സ്ലീവ് കയറ്റാം. നമുക്ക് കുറച്ച് ഒരു ഇത്ര നീളമുള്ളൊരു സ്ലീവിനകത്തേക്ക് ഇപ്പോൾ കയറ്റാൻ പറ്റുള്ളൂ. നമുക്കൊരു സ്ലീവ് കയറ്റിയിട്ടിട്ട് ഇത് ഇതാക്കാം. അതിൻ്റെ അകത്തേക്ക് ഇത് ഇറക്കി പോകില്ല, അപ്പോൾ ഇതിനകത്തേക്ക് തന്നെ കയറ്റിടേണ്ടി വരും. ഇതുപോലെ തിരികെ കയറ്റി വയ്ക്കാം. എന്നിട്ട് നമുക്ക് അടുത്ത് ഇതുപോലെ ക്രിമ്പ് ചെയ്യാം. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ നമ്മൾ ഇത് നേരത്തെ വൺ സൈഡ് ചെയ്തിട്ടുണ്ട്, അതുപോലെ ഇതിൻ്റെ ഓപ്പോസിറ്റും ഒന്ന് ചെയ്ത് നോക്കിയാൽ നല്ലതാണ്. ഉള്ളിൽ കയറ്റി ചെയ്തിട്ട് പാടായിരിക്കും. ഇവിടെ വെച്ചിട്ട് നമ്മളൊന്നുകൂടി ക്രിമ്പ് ചെയ്യാം. ഓക്കെ, ഓക്കെ. ഇനി നമ്മൾ ഇതുപോലെ തന്നെ ഈ സൈഡും ഇതുപോലെ ഇതിൻ്റെ അകത്തേക്ക് കയറ്റാം. കയറ്റി വെച്ചിട്ട് ഇതിനകത്ത് ആകെയുള്ളൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു ക്രിമ്പിങ് ടൂൾ നമ്മൾ ഉണ്ടെങ്കിലേ അത് നടക്കുകയുള്ളൂ കേട്ടോ. പക്ഷേ ഇത് ഒരുപാട് സാധനങ്ങൾ ക്രിമ്പ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് നമുക്ക് മേടിച്ചാലും നഷ്ടമൊന്നുമില്ല. ഇതുപോലെ ചേർത്ത് പിടിച്ചിട്ട് നമ്മൾ ക്രിമ്പ് ചെയ്ത് കളഞ്ഞാൽ മതി. ഓക്കെ, ഇതുപോലെ എടുത്ത് ഓപ്പോസിറ്റ് സൈഡും വെച്ചിട്ട് അടിച്ചാൽ മതി. അപ്പോൾ ഇതുപോലെ രണ്ട് സൈഡും ചെയ്യണം, എന്നാലും ഇത് സ്ട്രോങ് ആയിട്ട് ഇരിക്കുകയുള്ളൂ. ഓക്കെ, അല്ല ഇപ്പോൾ നല്ല സ്ട്രോങ് ആയി. ഇനി ഇത് പോരില്ല, ഒരിക്കലും പോരില്ല, ലൂസ് കോണ്ടാക്റ്റ് വരും, ഒന്നും ചെയ്യില്ല. നമ്മൾ ഇതുപോലെ സ്ലീവ് നമ്മൾ കയറ്റിയിട്ട സ്ലീവ് അവിടെ തിരിച്ച് വലിച്ചിട്ടാൽ മതി. ഉണ്ട് ഈ സ്ലീവ് ഇങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ ഓക്കെ. അപ്പോൾ ഇതുപോലെ ചെയ്യണമായിരിക്കും ഏറ്റവും നല്ലത്. ഇനി നമുക്ക് കുറച്ച് ടേപ്പൊക്കെ ചുറ്റിയിട്ട് ഇത് സെക്യൂർ ആക്കണം, കാരണം ഇവിടെ ഇത്തിരി ടേപ്പ് ചുറ്റിയിട്ട് ഈ വയറിലേക്ക് കൊണ്ടുവരാം, ടേപ്പ് ചുറ്റി വയ്ക്കുക. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ലാണ്ടിരുന്നോളും. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഇടയ്ക്ക് ഇത് കഴിച്ചിട്ട് ക്ലീൻ ചെയ്തിടുക, അതാണ് ഏറ്റവും ബെറ്റർ. പിന്നെ ഞാൻ നേരത്തെ കാണിച്ച ഈ കണക്ടർ ഇതാണ് കണ്ടോ, ഈ കണക്ടർ. അപ്പോൾ ഇത് നമ്മൾ ഇവിടെയാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ കാണിച്ചു തരാം, കാരണം ഇതെപ്പോഴും സൂക്ഷിക്കണം, ഇത് പോയി കഴിഞ്ഞാൽ പിന്നെ മേടിക്കാനേ കിട്ടില്ല. ഇത് ഊരണത് ഇങ്ങനെയുണ്ടോ, അവിടെ കാണിച്ചു നോക്കി, ഞാൻ അറിഞ്ഞില്ലെങ്കിൽ ഇത് ഇവിടെ ഒരു ഇതുണ്ട്, ഇത് വെറുതെ ഇങ്ങനെ പ്രസ് ചെയ്താൽ ഊരിപ്പോരും കണ്ടോ. ഓക്കെ, ഇതിനകത്ത് ഈ കണക്ടർ വരുന്ന ഭാഗം ഇതാണിത് കണ്ടോ. ഇതുപോലെ ഊരിപ്പോരേണ്ട സാധനമുണ്ട്, പക്ഷേ ഇതിവിടെ ഇതുപോലെ ഉരുകാൻ സാധ്യതയുണ്ട്. ഇത് ഉരിയാനുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഭാഗം മേടിക്കാൻ കിട്ടും, ഒരു 250 രൂപ റേഞ്ചിൽ ഈ സാധനം മേടിക്കാൻ കിട്ടുന്നുണ്ട്. പക്ഷേ ഈ ഒരു ഭാഗം പിന്നെ കിട്ടിയില്ല, പോയതാണ്.
ഉരുകി പോയി കഴിഞ്ഞാൽ ഇത് കിട്ടും, ഈ ഒരു കഷ്ണം കിട്ടില്ല. ഇത് വയറിങ്ങിൻ്റെ ഒപ്പമുള്ളതാണ്. ഇത് നമ്മൾ സ്ക്രാപ്പിൽ അന്വേഷിച്ചിരുന്നത്. പക്ഷേ നമ്മൾ എന്തോ ഒരു സ്ക്രാപ്പിൽ പോയിട്ടും കാര്യമില്ല, 90% വണ്ടിയുടെ ഈ സാധനം പോയി കിടക്കായിരിക്കും. അപ്പോൾ ഇതും ഇതുപോലെ തന്നെ ഊരിയിട്ടൊന്ന് നിങ്ങൾ ക്ലീൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇത് ഉരുകാണ്ടിരിക്കും. അപ്പോൾ നമ്മൾ ഇടയ്ക്ക് അത് ചെയ്യാറുണ്ട്. അപ്പോൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ 2 ഭാഗങ്ങളാണ് ഏറ്റവും കൂടുതൽ നമ്മൾ സെന്നിൽ കംപ്ലയിൻറ്റ് കണ്ടേക്കണം. ഈ വണ്ടിയിൽ കംപ്ലയിൻറ്റ് കാണിക്കുന്ന ഭാഗം. അപ്പോൾ ഇത് നമ്മൾ പിന്നെ ഇതുപോലെ തന്നെ ഉണ്ടോ കുത്തി വെച്ചിരുന്നാൽ മതി. അപ്പോൾ ഇതുവഴിയാണ് ഇത് ചാർജ് ആവുന്നത്. കാരണം ഇതിൽ നിന്ന് കറണ്ട് വന്നിട്ടുണ്ട്, ഇതുവഴിയാണ് ബാറ്ററി ചാർജ് ആവുന്നത്. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇതായതുകൊണ്ട് ബാറ്ററി ചാർജ് ആവുകൊണ്ട് ഒരു ഇതിനൊക്കെ എന്തിനും പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ. പിന്നെ ഉള്ളത് നമ്മുടെ സെൽഫിലേക്കുള്ള മെയിൻ ലൈനാണ്. അതിനൊന്നും പറ്റാറില്ല, കാരണം അത് എത്ര ഹെവി ആയിട്ടുള്ള ലൈൻ ഡയറക്റ്റ് കൊടുത്തിരിക്കുകയാണ്. അത് ഇടയ്ക്ക് ഒരു ഇതുപോലെ ഫ്യൂസോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഡയറക്റ്റ് കൊടുത്തേക്കുന്നതിൻ്റെ പേരിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല, അതിനൊരു കുഴപ്പം ഉണ്ടാക്കാറില്ല. മെയിൻ വരുന്ന ഒരു പ്രശ്നം ഇതാണ്. ഒന്ന് ഇതും വരും, അതുപോലെ തന്നെ ഇവിടെയും വരും. പിന്നെ ഇവിടെ ഒരു ഇതുണ്ട് കേട്ടോ, ഇത് മേടിക്കാൻ കിട്ടും. ഇവിടെ 40 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ഫ്യൂസാണ്. ഫ്യൂസ് ഇട്ട് ഇപ്പോൾ പോയി കിടക്കണം മേടിക്കണം. ഫ്യൂസ് ഇട്ടിട്ട് നമുക്ക് ബാറ്ററിയിലേക്ക് കൊടുക്കാം, AC ഇടാം. അത് ഒരു സാധനം മേടിക്കാനും കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതാണ് മെയിനായിട്ട് ഉള്ള പ്രശ്നം. അപ്പോൾ ഈ ഒരു പ്രശ്നം കൊണ്ട് കുറേ പേർക്ക് പണി കിട്ടിയിട്ടുണ്ട്. കാരണം എല്ലാവർക്കും ഇവിടെ ഒരു ശ്രദ്ധിക്കില്ല, എല്ലാവരും ആൾട്ടർനേറ്ററും ഇതൊക്കെ അഴിച്ച് മാറ്റും കയറാണ്ട് വരുമ്പോൾ. അപ്പോൾ ഇതുപോലെ നമ്മൾ കൂട്ടി പിരിച്ച് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ആംബിയർ കയറാണ്ട് വന്നിട്ട് ബാറ്ററി ചാർജ് ആവില്ല. രാത്രിയൊക്കെ ശ്രദ്ധിച്ചറിയാൻ പറ്റും ഈ സംഭവം 12 വോൾട്ടിൽ താഴെ പോകും. അതപ്പോൾ നമുക്കൊരു മീറ്റർ മേടിച്ച് വെക്കുന്നത് നല്ലതാണ്. കാരണം വോൾട്ടേജ് കാണിക്കുന്ന ഒരു മീറ്റർ ഒരു എന്തെങ്കിലും ഒരു യൂണിറ്റ് അതിനകത്തുണ്ടെങ്കിൽ നമുക്കത് അറിയാൻ പറ്റും. കാരണം ഒരു 12 താഴെ പോയാൽ അതിൻ്റെ അർത്ഥം ബാറ്ററി ചാർജ് ആവാനുള്ളതാണ്. കാരണം 12 താഴെ എത്ര പോകുന്നു അതിൻ്റെ മുകളിൽ ഇത് ബാറ്ററിയിലേക്ക് വണ്ടിക്ക് ഓടാനുള്ള പവർ മുഴുവനും ബാറ്ററിയിൽ നിന്നായിരിക്കും എടുക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, 12 മേളിലായിരിക്കും 13.9 അല്ലെങ്കിൽ 13.2 ആ റേഞ്ച്, ഒരു ആവറേജ് 12 എപ്പോഴും 12.5 മേളിലാണെങ്കിൽ ഇത്രയും ചാർജ് കയറുള്ളൂ. 12 താഴെ പോയി ബാറ്ററിയിൽ ചാർജ് തിരിച്ചെടുക്കുകയും ചെയ്യും. അപ്പോൾ അത് നമ്മൾ നോക്കണം. അപ്പോൾ ഏറ്റവും നല്ലത് ഞാനൊരു മീറ്റർ വയ്ക്കണം. നമുക്ക് പിന്നെ അടുത്ത വീഡിയോയിലേക്ക് ചെയ്യാം, നമ്മുടെ വണ്ടിയിലൊക്കെ ഉണ്ട്. അപ്പോൾ അത് വയ്ക്കണം എന്തെങ്കിലും ടൈപ്പ് ഒരു സാധനം ഞാൻ മേടിച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇത് എല്ലാവരും ചെക്ക് ചെയ്തോ, ഇന്ന് തന്നെ ചെക്ക് ചെയ്തോ. കാരണം വളരെ നല്ലതാണ്. കാരണം ഇത് കാണുമ്പോൾ തന്നെ ഇങ്ങനൊരു പ്രശ്നം ആരെയും കണ്ണിപ്പെടാണ്ട് പോകുന്ന ഒരു പ്രശ്നത്തിന് ആൾട്ടർനേറ്റർ കഴിച്ച് പണിയേണ്ട അവസ്ഥ വരാറുണ്ട്. ചെയ്യും, എന്നിട്ടും ശരിയാവില്ലാതെ പല കേസുകൾ വന്നിട്ട് ഡയറക്റ്റ് ലൈനൊക്കെ ഇട്ട വണ്ടികളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നും ചെയ്യേണ്ട, ഇവിടെ ഇതുപോലെ ഒന്ന് കൊടുത്താൽ മതി. ഇവിടെ സെക്യൂറായിട്ട് അടിയിൽ വയ്ക്കുക, ഒരു കുഴപ്പമുണ്ടാവില്ല. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഞാൻ അന്ന് പറഞ്ഞിരുന്നത്, കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത് കാണിച്ചു തരുന്നത്. കാരണം ഒരുപാട് കംപ്ലയിൻറ്റ് ഇവിടെ വന്നൊരു 90% വണ്ടിക്ക് ഈ കംപ്ലയിൻറ്റ് കണ്ടുകൊണ്ടാണ് ഇത്ര വ്യക്തമായിട്ട് പറഞ്ഞു തന്നത്. ഇത്തിരി സമയം എടുത്തിട്ടായാലും പറഞ്ഞു തന്നത് അതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ.